ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണേ. എനിക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചത് ഫുൾ വീഡിയോ കുറേ ദിവസമായി ഇട്ടിട്ടെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഗൈസ്. കാരണം ഞാൻ വഴിയേ പറയാട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുൻപിലത്തെ വീഡിയോയിൽ അന്നൂസും ലല്ലൂസും ഇവിടെ ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു അന്നൂസിന് ഭയങ്കര പനിയെ കൂട്ടിക്കൊണ്ട് പോകും. കൂട്ടത്തിൽ അമ്മയ്ക്കും പനിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് പോകാൻ ലേറ്റ് ആകുമല്ലോ, അല്ലെങ്കിൽ എനിക്കും ഇവിടെ പോകാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചായൻ പറഞ്ഞു അച്ചായൻ ഇങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അച്ചായൻ വന്നിട്ടുണ്ട്. എൻ്റെ അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അപ്പൻ. അച്ചായൻ അങ്ങനെ വീഡിയോസിലൊന്നും അധികം വന്നിട്ടില്ലല്ലോ. അച്ചായൻ ഭയങ്കര കാര്യം പറച്ചിലാണ് എന്നോട്, വേറൊന്നുമല്ല പറഞ്ഞത്. അമ്മയ്ക്ക് തീരെ വയ്യ ഇതൊക്കെ പറഞ്ഞ് ഒരു 10-20 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ കോള് വന്നു റാന്നിന്ന്. അമ്മയ്ക്കും തീരെ വയ്യ, അമ്മയെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി എന്നും പറഞ്ഞിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോള് ഇതാ ഒരു കസേരയും ഒരു TV-യും ഉണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് പിന്നെ ഒന്നും വേണ്ട ഗായ്സ്. എൻ്റെ അന്നൂസ് ഇതാ അവിടെ ഇങ്ങനെ അങ്ങ് തളർന്ന് കിടക്കുവാണ് കേട്ടോ. കാരണം അവൾക്ക് നല്ലോണം ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അവർ റാന്നിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ചില കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടറുടെ മരുന്ന് മാത്രമേ പിടിക്കൂവെന്ന്. അപ്പോൾ ഇവൾക്ക് അവിടുത്തെ മരുന്ന് കൊടുത്തിട്ട് അവൾക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് പെട്ടെന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാനപ്പോൾ ഇങ്ങനെ വരുവാണ്, അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ. അച്ചായൻ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്തുവിനെ വെയിറ്റ് ചെയ്യുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഡോക്ടർ അന്ന് വൈകിട്ടില്ല. ഇവരെ വീട്ടിലാണ് രണ്ടുപേരെയും കൊണ്ട് കാണിക്കുന്നത്, പീഡിയാട്രിയെ കാണിക്കുന്നത്. അപ്പോൾ അന്ന് ഡോക്ടർ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് സന്തുവിനോട് സന്തു നമുക്കെന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്തു പറഞ്ഞു വേണ്ട, നമുക്ക് ഡോക്ടർ ഉള്ളപ്പോൾ കാണിക്കാം. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ. പാരസെറ്റാമോൾ കൊടുക്കും, 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ചൂട് വരും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയത്. ആ മാത്യു ചാക്കോയായിരുന്നു ഡോക്ടർ. അങ്ങനെ കുറച്ച് മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തലേന്ന് രാവിലെ കൊണ്ട് കാണിച്ചതാണ്. അവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട്. അന്നേരം ഈ സന്തുപോത്ത് എന്നോട് പറയുന്ന സീബാ പോത്ത് നിൽക്കുന്നുണ്ട്. ഇത് പോത്താണെങ്കിൽ ഞാനും പോത്താണല്ലോ, എന്താ ചെയ്യുക, ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വേറെ എങ്ങോട്ടേക്കും പോയില്ല. കുഞ്ഞിന് പനി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ മാങ്ങ വീണ് കിടപ്പുണ്ട്. സന്തു ഇപ്പോൾ അത് മൊത്തം അങ്ങ് പറക്കും കേട്ടോ. പറക്കിയിട്ട് അകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. ഞാൻ രാവിലെ അതെടുത്ത് കളയും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ. അപ്പം പനിയുള്ള ദിവസമൊന്നും ഞാനങ്ങനെ അധികം ഒന്നും പനിയൊന്നും വെച്ചോണ്ടിരിക്കാറില്ല. കാരണം എനിക്ക് ഓവർ തിങ്കിങ്ങും ടെൻഷനും ഒക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഇതൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. കാരണം ടെമ്പറേച്ചറൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദ്യം ദൈവമേ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്നാ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാങ്ങ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗായ്സ്. ഇതെൻ്റെ മോളുടെ ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് സ്പൂണുകളാണ് അതൊക്കെ. ഇത് പിന്നെ രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ സന്തു സാമ്പാറും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കഞ്ഞി ദാ അവിടെ കിടന്ന് ഗിള് പറഞ്ഞിട്ട് തിളയ്ക്കുന്നുണ്ട് ഗായ്സ്. ഇതാണെങ്കിൽ ഇതും അവളുടെ ക്രിയേറ്റിവിറ്റിയാണ്. പക്ഷേ ഈ ക്രിയേറ്റിവിറ്റി ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഉപയോഗശൂന്യമായ സാധനങ്ങൾ എടുത്ത് വെച്ച് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന് എൻ്റെ മോൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. ഇവിടുത്തെ കോൾഗേറ്റിന്, അതായത് പല്ല് തേക്കുന്ന കോൾഗേറ്റിന് ഇപ്പോൾ അടപ്പില്ല ഗൈസ്. ആ അടപ്പെടുത്ത് വെച്ചാണ് ക്രിയേറ്റിവിറ്റി ചെയ്തേക്കുന്നത്. വഴക്ക് പറഞ്ഞ് നമ്മളങ്ങ് പിന്മാറിയേക്കുവാ ഇപ്പോൾ അങ്ങ്. അപ്പം മഴ പെയ്തിട്ടുണ്ടായിരുന്നു, കുറേ ചൂട നെത്തോലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ ഞാനിരുന്ന് വെട്ടുന്ന കണ്ടപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവൾ TV കാണുമായിരുന്നു. അപ്പോൾ അവൾ TV കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ ബാ നീയും കൂടി വാടി എന്ന് പറഞ്ഞിട്ട് ഒരു കത്രിയൊക്കെ കൊടുത്തിട്ട് എന്നെ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ വെട്ടിത്തരുന്നത്. പക്ഷേ എന്നാലും വെട്ടി കേട്ടോ. അതൊക്കെ എനിക്ക് റെഡിയാക്കി തന്നു. അന്നൂസാണ് വീഡിയോ എടുക്കുന്നത്. അന്നൂസിൻ്റെ കൈയാണ് ഈ ക്യാമറയുടെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നൂസ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടെമ്പറേച്ചറൊക്കെ മാറി. അപ്പോൾ അവൾ കുറച്ചുകൂടി ഒന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു കിച്ചണൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പറയുന്നു അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കിച്ചണിൽ കയറി. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ, 1:30ഓളമായി. കാരണം മീൻ വെട്ടാൻ അത്രയും മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. തൈരും വഴുതനങ്ങയും കൂടി ഇട്ടിട്ടുള്ള ഡിഷ് സൂപ്പറാണ് കേട്ടോ. സൂപ്പർ. അത് കഴിഞ്ഞിട്ട് ചൂട പറ്റിച്ചതും പിന്നെ അയലക്കിരിയാനും സാമ്പാറുമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ വട്ടയപ്പം. 2 ദിവസം പാലപ്പം ആണെങ്കിൽ പിന്നെ 3-ാമത്തെ ദിവസം വട്ടയപ്പമാണല്ലോ. അപ്പോൾ എൻ്റെ ഗ്യാസിൻ്റെ ആ സ്റ്റൗവൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കണം. ഇനി അതാണ് ഞാനിപ്പോൾ കാണിച്ചത് കേട്ടോ. അതൊക്കെ ഒരു പണിയാണ് ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ഒന്ന് സ്മൈൽ ചെയ്തിരുന്നതാ, ഇപ്പം കണ്ടോണം, ആ ചിരി കണ്ടോണം കേട്ടോ. ആഹാ എത്ര നല്ല ചിരി എന്ന്
എന്ന് തന്നെ പറയാം. കക്ഷിക്ക് തീരെ ഇഷ്ടമല്ല ഇതൊന്നും. എന്നാലും ഞാൻ കിടന്ന് അലയ്ക്കുന്നത് കൊണ്ടൊക്കെ അങ്ങ് സമ്മതിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പോസിറ്റീവ് നെഗറ്റീവ്സും പറയണം. ഓക്കെ, ബൈ.